പത്തനംതിട്ടയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നു വനിതാ സംഘടനാ പ്രവർത്തകർ അടക്കമുള്ളവർ. രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ഏതെങ്കിലും തരത്തിൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ പ്രശ്നം തീരുന്നതല്ല, അതിനപ്പുറം ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കാണ് ആ മാർച്ച്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ സമരം അവിടെ നടക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് നടക്കുന്നത്. മഹിളാ കോൺഗ്രസ് അടക്കമുള്ളവർ ആ കൂട്ടത്തിലുണ്ട് എന്ന് തോന്നുന്നു. ഷിജോ കുര്യൻ വിവരങ്ങൾ ചെയ്യുന്നു. ഷിജോ, എപ്പോഴാണ് ഈ സമരം തുടങ്ങിയത്? എന്താണ് അവരുടെ ആവശ്യം? കാശ്മീർ ഗണേഷ് കുമാറിനെതിരെ പത്തനംതിട്ട നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിലേക്ക് നടക്കുന്നത്. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള ഒരുമിച്ച് സംയുക്തമായിട്ട് UDF നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് പ്രതിഷേധവുമായിട്ട് വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ആ MLA ഓഫീസിന് ഏതാണ്ട് ഒരു 200 മീറ്റർ അകലെ വെച്ച് തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് ഇപ്പോൾ ഈ പ്രതിഷേധം തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജിവെക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോ ഇങ്ങനൊരു മന്ത്രി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഒരു MLA വേണ്ട. ഇനി അയാൾക്ക് ഈ പത്തനാപുരത്തിന്റെ മണ്ണിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അയാളെ പോലെ ഒരു സ്ത്രീലമ്പടൻ പത്തനാപുരത്തെ ജനതയ്ക്ക് വേണ്ട. അത് തന്നെയാണ് ഞങ്ങളുടെ. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ കയറിയ അതേ മന്ത്രിമാര് തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും കല്യാണം കഴിക്കുന്ന ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, ഭാര്യമാരെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മന്ത്രിയുടെ വീട്ടിൽ പോലും സ്ത്രീക്ക് സുരക്ഷയില്ലെങ്കിൽ ഈ സമൂഹത്തിനെ എങ്ങനെ മന്ത്രി സംരക്ഷിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹാഷ്മി, അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ MLA ഓഫീസിന് സമീപത്ത് വെച്ച് ഇപ്പോൾ പ്രവർത്തകർ തീർത്തിട്ടുള്ളത്. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള പ്രവർത്തകർ ഇപ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിന് നേർക്ക് ഈ പറയുന്ന കൊടിയും അടക്കമും വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഇപ്പോൾ നിലവിൽ സംയമനം പാലിക്കുന്നുണ്ട്. പ്രവർത്തകർ മുദ്രാവാക്യം വിളി മാത്രമാണുള്ളത്. മറ്റ് ഒരു അക്രമ സംഭവത്തിലേക്കോ അല്ലെങ്കിൽ അനിഷ്ടമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. സമാധാനപരമായിട്ട് തന്നെയാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണം. പത്തനാപുരത്തിന് ഇങ്ങനെ ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള MLA ആവശ്യമില്ല, മന്ത്രി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകർ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധിക്കുന്നത്. നിലവിൽ എന്തായാലും പ്രതിഷേധം സമാധാനപരമാണ്. മുദ്രാവാക്യം വിളിയും ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നു മാത്രമാണ് പ്രതിഷേധം. പോലീസും വലിയ തരത്തിൽ സംയമനം പാലിക്കുന്നുണ്ട്. ഏതാണ്ട് MLA ഓഫീസിന് 200 മീറ്റർ അകലെ വെച്ച് തന്നെ റോഡ് പൂർണ്ണമായിട്ടും ബാരിക്കേഡ് കൊണ്ട് അടച്ചുകൊണ്ട് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അതിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ അതിനെ നിയന്ത്രിക്കാനായിട്ട് വനിതാ പോലീസ് പ്രവർത്തകരെ അടക്കം ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധം സമാധാനപരമാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണം. പത്തനാപുരത്ത് ഇങ്ങനൊരു MLAയുടെ ആവശ്യമില്ല, സ്ത്രീലമ്പടനാണ് മന്ത്രി ഗണേഷ് കുമാർ എന്നുള്ള കാര്യങ്ങൾ കൂടി UDF മഹിളാ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ഇവിടെ പുരോഗമിക്കുകയാണ്. സമാധാനപരമാണ് നിലവിൽ. ഹാഷ്മി, മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ വനിതാ യുവജന സംഘടനകൾ പ്രതിഷേധം അവിടെ നടക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കാണ് ആ മാർച്ച് അവിടെ പുരോഗമിക്കുകയാണ്. അതവിടെ ഇപ്പോൾ മന്ത്രിസഭ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്ത്. അതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഉണ്ടായൊരു ട്വിസ്റ്റ്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ മന്ത്രിയെ വിളിച്ച് ഇന്നലെ 112 വിളിക്കുന്നവർക്ക് വട്ടുള്ളവർക്ക് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്തായാലും തെറ്റ് മനസ്സിലാക്കി ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവിലാവണം ഭാര്യയെ വിളിച്ച് മാപ്പ് പറയുന്നുണ്ട്. ആ മാപ്പിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ഫോർമുല. അപ്പോൾ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം പറയാം. എന്തായാലും മാപ്പോട് കാര്യങ്ങൾ തീരില്ല, രാജി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അങ്ങോട്ടേക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇന്ന് ഗണേഷ് കുമാറിന്റെ അവസ്ഥയിലേക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.